എല്ലാ ദിവസവും പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീവിയുടെ വീട് സന്ദർശിക്കുമായിരുന്നു. സുബഹി നമസ്കാരത്തിന്റെ മജ്ലിസൊക്കെ കഴിഞ്ഞതിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കാനിറങ്ങുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെയും അലിയാർ തങ്ങളുടെയും വീടിന്റെ മുന്നിലൂടെയാണ് നടക്കുന്നത്. എന്തിനാണെന്നറിയാവോ? കല്യാണം കഴിഞ്ഞിട്ട് വാപ്പാക്ക് മകളെ പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല, കാണാതിരിക്കാൻ കഴിയുന്നില്ല. മകൾക്കും അതുപോലെ തന്നെയാണ്. എല്ലാ ദിവസവും പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ വരവും കാത്ത് വീടിന്റെ വാതിൽപ്പടിയിൽ നിൽക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോൾ സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സന്തോഷങ്ങൾ പങ്കുവച്ചിട്ട് വിശേഷങ്ങൾ പങ്കുവച്ചിട്ടായിരിക്കും അവർ പിരിയുക. എല്ലാ ദിവസത്തിന്റെയും പതിവ് ഇതുപോലെ തന്നെയാണ്. അങ്ങനെ ഒരു ദിവസം സുബഹി നമസ്കാരത്തിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോ ഫാത്തിമ ബീവി വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. സാധാരണഗതിയിൽ സന്തോഷിച്ചിട്ടാണ് നിൽക്കുക, വാപ്പയെ കാണുമ്പോൾ സന്തോഷിച്ചിട്ടാ. ഇപ്പൊ പതിവിന് വിപരീതമായിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ കാണുമ്പോ മുഖമാകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അലിയാർ തങ്ങളെയും കാണുന്നില്ല. സാധാരണഗതിയിൽ അലിയാർ തങ്ങളും എന്ത് ചെയ്യും? സ്വീകരിക്കാൻ വേണ്ടി നിൽക്കും. പക്ഷേ ഇന്ന് അലിയാർ തങ്ങളെയും കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയുടെ അടുക്കലെത്തി. പൊന്നുമോൾക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ വല്ലാതെ വിഷമമുണ്ടാകുന്ന വേദനിക്കുന്ന ഹൃദയമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. കാരണം ഫാത്തിമാരാ എന്റെ കരളിന്റെ കഷണമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ ഫാത്തിമ ബീവിയുടെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും അള്ളാന്റെ റസൂലിന് സഹിക്കില്ല. അപ്പൊ മുത്തുനബിയുടെ മകളാകുന്ന ഫാത്തിമ ബീവി വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോ എന്തു പറ്റി മകളെ, എന്തു പറ്റി പൊന്നുമോളെ എന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഞാൻ അലിയാർ തങ്ങളുമായിട്ടൊന്ന് പിണങ്ങി നബിയെ. ഒന്ന് സംസാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ട് പറഞ്ഞൊന്ന് പിണങ്ങി. വീട്ടിൽ നിന്നും അലിയാർ തങ്ങൾ ഇറങ്ങിപ്പോയി. മരുമകൻ എവിടെയാണെന്ന് അന്വേഷിക്കാൻ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബിമാരോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വിട്ടു, ആളെ വിട്ടു, ഒന്ന് നോക്കിയിട്ട് വരാൻ. അലിയാർ തങ്ങൾ എവിടെയാ? കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വഹാബിമാര് വന്നിട്ട് പറഞ്ഞു, നബിയേ മരുമകൻ പള്ളിയിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമ്മാവന്മാര് പഠിച്ചു വെക്കേണ്ടതാ, മാമന്മാര് പഠിച്ചു വെക്കേണ്ടതാ. ഒരു ദാമ്പത്യ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ കുത്തിത്തിരിപ്പുണ്ടാക്കി രണ്ടുപേരെയും രണ്ട് വഴിക്കാക്കണോ, അതല്ല അവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കണോ എന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന വലിയ പാഠം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയായിരിക്കണം ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ, എങ്ങനെയായിരിക്കണമെന്ന്. അങ്ങനെ അലിയാർ തങ്ങൾ അന്വേഷിച്ചിട്ട് പള്ളിയിൽ ചെല്ലുമ്പോൾ അലിയാർ തങ്ങൾ പള്ളിയിൽ കിടന്നുറങ്ങുകയാണ്. ശാന്തമായ ഉറക്കം. ശരീരത്തിന്റെ ഉടുപ്പ് മാറിക്കിടപ്പുണ്ട്, ശരീരത്തിൽ മണ്ണ് ചേർന്ന് കിടപ്പുണ്ട്, മണ്ണിനോട് ചേർന്ന് ശരീരം ഒട്ടിച്ചേർന്ന നിലയിൽ അലിയാർ തങ്ങൾ നല്ല ശാന്തമായ ഉറക്കത്തിലാണ്. അടുത്ത് ചെന്നിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഓ അബൂ തുറാബ്, ഓ അബൂ തുറാബ്. ചാടി എഴുന്നേറ്റു നോക്കുമ്പോൾ ആരാ? മാവൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവിടെ ചാടി എഴുന്നേറ്റിട്ട്, എന്താ നബിയെ, എന്റെ മകളോട് എന്തെങ്കിലും പിണക്കമുണ്ടോ അലിയെ? എന്റെ മകളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഒന്നുമില്ല നബിയെ. അബൂ തുറാബ് എന്ന് കേട്ടപ്പോഴേ അലിയാർ തങ്ങൾക്ക് വല്ലാത്ത ഒരു രോമാഞ്ചിക്കൽ ഫീലായിരുന്നു. ഒന്നുമില്ല നബിയെ, അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. ചാടി എഴുന്നേറ്റ് നേരെ ഓടി എവിടെ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക്. ഇതാണ് മാതൃക, ഇതാണ് രീതി. ഇങ്ങനെയാകണം ഓരോ വാപ്പമാരും ഉമ്മമാരും. ഇതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപന ശൈലി. പക്ഷേ ഇന്നോ ഭാര്യയും ഭർത്താവും ഒന്ന് പിണങ്ങിയ നമ്മൾ ഇടപെട്ട പിന്നെ തമ്മിൽ തല്ലാകും, വഴക്കാവും, രണ്ട് കുടുംബങ്ങൾ രണ്ട് ചേരിയാകും, പിന്നെ കോടതിയാകും, കേസാകും, പിന്നെ സുബ്ഹാനല്ലാഹ് പലരും പല വഴിക്കായിട്ട് മാറും. അല്ലാഹു സുബ്ഹാനഹു തആല കാത്തിരക്ഷിക്കട്ടെ.